നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആണോ എങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 5 സീക്രട്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ടോപ്പേഴ്സിൻ്റെ 5 സീക്രട്സ്. ആൻഡ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്റ്റഡീസിനോട് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കും. സോ let's do it. Hello friends, it's me your brother and welcome back to another great episode. Secret number 1, the 80-20 rule. They study less, not more. ടോപ്പേഴ്സ് ശരിക്കും കുറച്ചാണ് പഠിക്കാറ്, യെസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. 80-20 റൂൾ എന്നൊരു റൂൾ ഉണ്ട്. ആൻഡ് ടോപ്പേഴ്സ് ഇത് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അതായത് ഏകദേശം 80% ക്വസ്റ്റ്യൻസും വരുന്നത് നിങ്ങളുടെ സിലബസിലെ 20% കാര്യങ്ങളിൽ നിന്നായിരിക്കും, 20% ടോപ്പിക്സിൽ നിന്നായിരിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കാതെ മിക്ക സ്റ്റുഡൻസും എല്ലാ ടോപ്പിക്സും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാം പഠിക്കും. ബട്ട് ടോപ്പേഴ്സ് അവരാദ്യം ആ 20% ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തും. ഇനി അതെങ്ങനെ കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, അതേപോലെ സീനിയേഴ്സിനോട് ചോദിക്കാം. പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരാദ്യം ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കും. സീക്രട്ട് നമ്പർ 2, ദേ ടെസ്റ്റ് ദംസെൽവ്സ്, ദേ ഡോണ്ട് ജസ്റ്റ് റീഡ്. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാറ്? ആദ്യം നോട്ട്സ് വായിക്കും, ചില ഏരിയാസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും, ഒന്നുകൂടി വായിക്കും. ആൻഡ് നിങ്ങൾക്കപ്പോൾ തോന്നും നിങ്ങൾ അത് ശരിക്കും പഠിച്ചു കഴിഞ്ഞു എന്ന്, അല്ലേ? പക്ഷേ എക്സാമിൻ്റെ സമയത്ത് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. ബട്ട് ടോപ്പേഴ്സ് അവരെ സ്വയം കോൺസ്റ്റൻ്റ്ലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്ക് വായിച്ചതിന് ശേഷം ദെൻ ബുക്ക് അടച്ചു വെച്ചിട്ട് അത് കുറച്ചുറക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് ടോപ്പിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. ആദ്യം തന്നെ പോയിട്ട് സൊല്യൂഷൻസ് നോക്കാതെ സ്വയം പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ക്വിസ് നടത്തുക. പിന്നെ ചില സ്റ്റുഡൻസ് ഫെയിൻമാൻ ടെക്നിക്ക് ഫോളോ ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങൾക്കൊരു കാര്യം ഒരു 10 വയസ്സുകാരന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദെൻ അതിനർത്ഥം നിങ്ങൾക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ്. സോ ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ബുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഇമാജിനറി ഫ്രണ്ടിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ്. സീക്രട്ട് നമ്പർ 3, ദ ഫോർഗെറ്റിംഗ് കർവ്. വൈ ദേ റിമെമ്പർ എവറിത്തിങ്. നിങ്ങൾ ഇന്ന് പഠിച്ചൊരു കാര്യം അടുത്ത ആഴ്ച ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് ശരിക്കും നിങ്ങൾക്ക് ഓർമ്മശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ശരിക്കും ഫോർഗെറ്റിംഗ് കേർവിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. നമ്മളുടെ ബ്രെയിൻ ശരിക്കും മറക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് 70% നിങ്ങൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ ടോപ്പേഴ്സ് എന്ത് ചെയ്യുന്നറിയോ? സ്പേസ്ഡ് റെപ്പിറ്റേഷൻ ചെയ്യും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പുതിയ കാര്യം പഠിച്ചാൽ ദെൻ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതൊന്ന് റിവ്യൂ ചെയ്യും. ദെൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവ്യൂ ചെയ്യും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂ ചെയ്യും. ദെൻ ഒരു മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യും. ആൻഡ് ഓരോ റിവ്യൂ ചെയ്യാനും ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ആവും. സോ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി പ്രോപ്പർ ഇൻ്റർവെൽസിൽ പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്താൽ ദെൻ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടാവും. സീക്രട്ട് നമ്പർ 4, ദ 50-10 റൂൾ. ഹൗ ദേ സ്റ്റേ ഫോക്കസ്ഡ്. ഇനി ഫോക്കസിനെ കുറിച്ച് സംസാരിക്കാം. പല സ്റ്റുഡൻസും എന്ത് ചെയ്യുമെന്നറിയോ? 4-5 മണിക്കൂറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യും. ബട്ട് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അവർ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ബ്രെയിന് ഒരു 45-50 മിനിറ്റൊക്കെയാണ് മാക്സിമം ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് കഴിയുക. സോ അവരത് മനസ്സിലാക്കി പ്ലാൻ ചെയ്യും. അതിനാണ് 50-10 റൂൾ. ഇതെന്ന് പറയുന്നത് 50 മിനിറ്റ് നല്ല ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക ആൻഡ് ദെൻ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള 50 മിനിറ്റിൽ ഫോൺ എടുക്കാനൊന്നും പാടില്ല, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പാടില്ല, വേറെ ഒരു പരിപാടിയും പറ്റില്ല. പഠിക്കുക മാത്രം ചെയ്യുക, നോ ഡിസ്ട്രാക്ഷൻസ്. ആൻഡ് ദെൻ 10 മിനിറ്റ് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. അത് നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റീസെറ്റ് ചെയ്യും. എഗെയിൻ 50 മിനിറ്റ് പഠിക്കുക, ദെൻ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 3 to 4 സൈക്കിൾസ് പോവാം. സീക്രട്ട് നമ്പർ 5, ദേ ട്രീറ്റ് ദെയർ ബ്രെയിൻ ലൈക്ക് ആൻ അത്ലീറ്റ് ട്രീറ്റ്സ് ദെയർ ബോഡി. സോ ഫൈനൽ സീക്രട്ട് ഇതാണ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പേഴ്സിന് അറിയാം, ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. വെറുതെ യൂസ് ചെയ്താൽ മാത്രം പോരാ, അതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. അതിനെന്ത് വേണം? ഡെയിലി 7 to 8 hours ഉറങ്ങണം. അത് മസ്റ്റാണ്. ബിക്കോസ് പഠിച്ച കാര്യങ്ങളൊക്കെ ശരിക്കും ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ദെൻ എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ കൂട്ടും ആൻഡ് അത് ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ ഒരു 20 മിനിറ്റ്സ് നടക്കാൻ പോകുന്നത് വരെ വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം ബ്രെയിൻ ഫുഡ് കഴിക്കുക എന്നതാണ്. ലൈക്ക്
നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, എസ്പെഷ്യലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ സ്റ്റഡീസ് അത്ര എഫക്റ്റീവ് ആവില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ടോപ്പർ ആവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 സീക്രട്ട് ടിപ്സ്. ആൻഡ് യെസ്, ഇത് മാജിക് ഒന്നുമല്ല, നല്ല ഡിസിപ്ലിൻ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ബട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്മാർട്ട് ആവാനായിട്ട് സാധിക്കും. ഒരു ചലഞ്ച് തരാം, ഇതിലേതെങ്കിലും ഒരു ടിപ്പ് പിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ആഴ്ച അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആൻഡ് സീ ദ റിസൾട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.